ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ശരിക്കും ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. എനിക്കിവിടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള, കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക് ഇതൊന്ന് ജസ്റ്റ് ക്രഷായി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഈ കപ്പ വെന്തു. അപ്പോൾ ക്രഷ് ചെയ്ത ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒപ്പം കപ്പ നല്ല രീതിയിൽ ഉടയുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങയുടെ എടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കുറച്ചൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഉണക്കമുളക്, സവാള, ശരിക്കും ഉള്ളിയാണ്, ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണ്. ഞാനിത് കഴിച്ചത് നല്ല ഫിഷ് കറിയുടെ ഒപ്പമായിരുന്നു. ഇറ്റ് വാസ് യമ്മി.